Once again, all of you, welcome back to my YouTube channel. My name is Adra. So today we are going to discuss the continuation of class 8th students, and our second chemistry chapter is combustion and flame. In our previous class, we discussed up to that combustion of a matchstick. Okay. അപ്പം ഒരു മാറ്റ്സ്റ്റിക് എങ്ങനെയാണ് ബേൺ ചെയ്യുന്നത് എന്നൊരു പോർഷൻ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ, അതിന്റെ വസ്തുക്കളുടെ വസ്തുക്കൾ ഫയർ ക്യാച്ച് ചെയ്യുന്നതും ആ ഒരു ഇഗ്നീഷൻ ടെമ്പറേച്ചറും ആയിട്ടുള്ള റിലേഷൻ ഒക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൂടെ എന്താണ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് സബ്സ്റ്റൻസ് ക്യാച്ചസ് ഫയർ ഈസ് കോൾഡ് ഇറ്റ്സ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ആ വസ്തു ഫയർ ക്യാച്ച് ചെയ്യാൻ വേണ്ടുന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ എന്താന്ന് പറയുന്നത്? അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി if we are providing temperature for a substance for a long time but the substance cannot catch fire, what you can understand from this? Okay, so we are providing temperature for substance for a long time but the substance cannot catch fire means what you can understand from this statement. So I think we can understand from this statement is that the temperature is not equal to its ignition temperature, isn't it? The temperature is not equal to its ignition temperature. That's why the substance cannot catch fire. നമ്മൾ ആ കൊടുത്ത ടെമ്പറേച്ചർ എന്തായിട്ടില്ല, ആ വസ്തുവിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിന് ഈക്വൽ ആകാത്തത് കൊണ്ടാണ് ആ വസ്തു എന്ത് ചെയ്യാത്തത്, ഫയർ ക്യാച്ച് ചെയ്യാത്തത്. isn't it? അങ്ങനെയല്ലേ നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്. ആ കൊടുത്ത ടെമ്പറേച്ചർ എപ്പോഴാണ് അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിന് ഈക്വൽ ആകുന്നതോ അപ്പോൾ ആയിരിക്കണം ആ വസ്തു എന്ത് ചെയ്യുന്നത്, ഫയർ ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ പരിചയമുള്ള കാര്യമായിരിക്കും, നമ്മൾ കെറോസിൻ അല്ലെങ്കിൽ വുഡ്, ഈ രണ്ട് വസ്തുക്കൾ നോർമൽ നമ്മൾ റൂം ടെമ്പറേച്ചറിലൊക്കെ വെച്ചാൽ എന്ത് ചെയ്യാറില്ല, ഫയർ ക്യാച്ച് ചെയ്യാറില്ല. എന്നാൽ നമ്മൾ അടുപ്പത്ത് ഈ ഫ്രൈങ് പാൻ ഒക്കെ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടെ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് ഒന്നും ഇട്ടില്ല, മീൻസ് നമ്മൾ മറ്റു വസ്തുക്കളൊന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാനിൽ എന്ത് ചെയ്യും, ഫയർ കയറി പിടിക്കാറുണ്ട് അല്ലെ. കാരണം നമ്മൾ അതിനുള്ളിൽ എന്ത് ചെയ്തില്ല, ഒന്നും ഇട്ടില്ല. അപ്പം ആ എണ്ണയുടെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിന് ഈക്വൽ ആയി അതിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ആ ഫ്ലെയിം എന്തായി, ആ ഓയിലിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിന് ഈക്വൽ ആയപ്പോഴാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഫയർ കയറി പിടിക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെയാണ് ഈ വുഡ് കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് അതിനകത്ത് എന്ത് pour ചെയ്ത് കൊടുക്കാറുണ്ട്, കെറോസിൻ pour ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ കെറോസിൻ വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, ഫയറിനെ ക്യാച്ച് ചെയ്യും. പക്ഷെ വുഡ് അത്ര വേഗത്തിൽ എന്ത് ചെയ്യത്തില്ല, ഫയറിനെ ക്യാച്ച് ചെയ്തില്ല. കാരണം ആ വുഡിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിന് കെറോസിനേക്കാളും കുറച്ചും കൂടെ കൂടിയ ഒരു എമൗണ്ടിലുള്ള ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ വുഡ് എന്ത് ചെയ്യത്തുള്ളൂ, ഫയറിനെ ക്യാച്ച് ചെയ്യത്തുള്ളൂ. ഇനി ഇപ്പം ഈ ഒരു ഇഗ്നീഷൻ ടെമ്പറേച്ചർ വസ്തുക്കളുടെ ആ ഒരു ബേണിംഗുമായിട്ടുള്ള റിലേഷൻ ആണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, 2 പേപ്പർ കപ്പ് പ്രിപ്പയർ ചെയ്തിട്ട് ഒന്ന് നോർമൽ പേപ്പർ കപ്പായിട്ടും മറ്റൊന്ന് നമ്മൾ അതിന്റെ ഉള്ളിൽ എന്ത് pour ചെയ്ത് കൊടുക്കണം, വാട്ടർ ഒഴിച്ചിട്ട് രണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ വാട്ടർ ഒഴിക്കാത്ത പേപ്പർ എന്ത് ചെയ്യും, കുറച്ച് സമയത്തിനുള്ളിൽ ഫയർ ക്യാച്ച് ചെയ്യും. എന്നാൽ വാട്ടർ ഒഴിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ കപ്പ് എന്ത് ചെയ്യില്ല, അത്ര വേഗത്തിലൊന്നും എന്ത് ചെയ്യില്ല, ഫയറിനെ ക്യാച്ച് ചെയ്യത്തില്ല. ഒരുപാട് സമയം എടുത്തിട്ടേ അത് എന്ത് ചെയ്യത്തുള്ളൂ, ഫയറിനെ ക്യാച്ച് ചെയ്യത്തുള്ളൂ. അപ്പം അതിനകത്ത് ആ ഒരു ഇഗ്നീഷൻ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു, വേരിയേഷൻ വന്നു അല്ലെ. അപ്പം പേപ്പർ ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിരുന്ന പേപ്പർ വളരെ വേഗത്തിൽ ഫയറിനെ ക്യാച്ച് ചെയ്യുന്നു. എന്നാൽ നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ച ആ പേപ്പർ കപ്പില് ഫയറിനെ ക്യാച്ച് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ആ കൊടുക്കുന്ന ടെമ്പറേച്ചർ ഈ പേപ്പറിൽ നിന്ന് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ഷൻ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് ആ പേപ്പർ കപ്പ് എന്ത് ചെയ്യത്തില്ല, അത്ര വേഗത്തിലൊന്നും ഫയർ ക്യാച്ച് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ആ പേപ്പർ കപ്പ്, വെള്ളം ഉള്ള പേപ്പർ കപ്പ് എന്ത് ചെയ്യാത്തത്, ഫയറിനെ ക്യാച്ച് ചെയ്യാത്തത്. കാരണം അതിന് കിട്ടുന്ന ടെമ്പറേച്ചർ കംപ്ലീറ്റ് അത് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലെ വാട്ടർ കംപ്ലീറ്റ് വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആ പേപ്പർ എന്ത് ചെയ്യത്തുള്ളൂ, ബേൺ ചെയ്യത്തുള്ളൂ. കാരണം അതിന് കിട്ടിയ ടെമ്പറേച്ചർ ഒരിക്കലും അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിന് ഈക്വൽ ആക്കാൻ ആ പേപ്പറിന് എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. കാരണം ആ കിട്ടുന്ന ടെമ്പറേച്ചർ കറക്റ്റ് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്, ആ വെള്ളത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിലെ ആ വെള്ളം കംപ്ലീറ്റ് വേപ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ പേപ്പറിന് എന്ത് ചെയ്യാം, ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അത് എന്ത് ചെയ്യത്തുള്ളൂ, ബേൺ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതുമായി റിലേറ്റ് നമുക്ക് അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലെയിമബിൾ സബ്സ്റ്റൻസ് എന്നതാണ് കേട്ടോ.
അപ്പം അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പുതുതായിട്ട് പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് മീൻസ് ദ സബ്സ്റ്റൻസ് ദോസ് ഹാവ് വെരി ലോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആൻഡ് ക്യാൻ ക്യാച്ച് ഫയർ വെരി ഈസിലി നോൺ ആസ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ്. അപ്പം എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഉണ്ട്. ആ ഇഗ്നീഷൻ ടെമ്പറേച്ചർ വളരെ ലോ ആയിട്ടുള്ളതും, വളരെ ലോ ആണെന്ന് വെച്ചാൽ അതിന് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫയറിനെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ് പറയുന്നത്. അപ്പം ഫസ്റ്റ് ആ വസ്തുക്കളുടെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? ഫയറിനെ വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യും. സച്ച് സബ്സ്റ്റൻസസ് ആർ നോൺ ആസ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ്. അതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ഇൻഫ്ലേമബിൾ. ഓക്കെ, ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ്. അപ്പൊ ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? വെരി ലോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ. വെരി ലോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ. അവരുടെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്തായിരിക്കും? വളരെ ലോ ആയിരിക്കും. ഇഫ് ദ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഈസ് വെരി ലോ മീൻസ് ദേ ക്യാൻ ക്യാച്ച് ഫയർ വെരി ഈസിലി. ഇഗ്നീഷൻ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് വളരെ വേഗത്തിൽ അത് എന്ത് ചെയ്യും? ഫയറിനെ ക്യാച്ച് ചെയ്യും. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. അപ്പം ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസിന് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്താണ്? വളരെ ലോ ആണ്. അതുകൊണ്ട് ഫയറിനെ എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ ക്യാച്ച് ചെയ്യും. സച്ച് സബ്സ്റ്റൻസസ് ആർ നോൺ ആസ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ്. അപ്പൊ ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ പറയാൻ സാധിക്കുമോ? കെറോസിൻ, പെട്രോൾ, ഡീസൽ, LPG ഇതൊക്കെ എന്താണ്? ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസിന് എക്സാമ്പിൾ ആണ്. കാരണം ആ വസ്തുക്കളുടെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ വളരെ ലോയും വളരെ ഈസി ആയിട്ട് അത് എന്ത് ചെയ്യും? ഫയറിനെ ക്യാച്ച് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതെന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഏതൊരു വസ്തു ബേൺ ചെയ്യണമെങ്കിലും അത് എന്ത് അറ്റൈൻ ചെയ്യണം? അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യണം. ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്താൽ മാത്രമേ ആ വസ്തു എന്ത് ചെയ്യത്തുള്ളൂ? ഫയറിനെ ക്യാച്ച് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഡ്രൈ ആയിരുന്ന പേപ്പർ കപ്പ് വളരെ വേഗത്തിൽ ഫയറിനെ ക്യാച്ച് ചെയ്യും. എന്നാൽ നമ്മൾ വെള്ളം നിറച്ചു വെച്ചിരുന്ന പേപ്പർ കപ്പ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? അതിൽ കിട്ടുന്ന ടെമ്പറേച്ചർ വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അതിന് ആ പേപ്പറിന് അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്താൽ മാത്രമേ ഒരു വസ്തു എന്ത് ചെയ്യത്തുള്ളൂ? ബേൺ ചെയ്യത്തുള്ളൂ. ഇനി വളരെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ വളരെ ലോ ആയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ഫയറിനെ വേഗത്തിൽ ക്യാച്ച് ചെയ്യും. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ്. ദ സബ്സ്റ്റൻസസ് ഹാവ് വെരി ലോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആൻഡ് ക്യാൻ ക്യാച്ച് ഫയർ വെരി ഈസിലി ആർ നോൺ ആസ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ്. ഓക്കെ, അവരുടെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്താണ്? വളരെ ലോ ആണ്. വളരെ ലോ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യും? ഫയറിനെ ക്യാച്ച് ചെയ്യും. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ്. ഇപ്പം എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു പെട്രോൾ, ഡീസൽ, കെറോസിൻ, ആൽക്കഹോൾ ഇതൊക്കെ എന്താണ്? ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.